ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് ലിസ്റ്റ് എന്ന് പറഞ്ഞ എഡിറ്റിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ്ഡേഷൻസ് ഒന്നും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഇടയിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ല അവസാനത്തെ കുറച്ചെണ്ണം കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, അവസാനത്തെ അല്ല ഇടയിലത്തെ എവിടെ നിന്നുള്ള നമുക്ക് കട്ട് ചെയ്യാം. അതൊന്നും അപ്ഡേഷൻസ് ഒന്നും നമുക്ക് പുറമെ ഒരാൾക്ക് നമ്മളത് ചെയ്തതിന് ശേഷം കൊടുക്കുമ്പോൾ അത് അറിയാൻ സാധിക്കില്ല. എന്നാൽ പേപ്പറിലാണെങ്കിൽ നമ്മൾ വെട്ടിയതും തീർത്തിയതും അതുപോലെ എക്സ്ട്രാ എഴുതിയതും ഒക്കെ കൃത്യമായി അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഈ ലിസ്റ്റ് രണ്ടാമത്തെ നമ്മൾ പറയുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് അപ്പോൾ നമ്മൾ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി അറേ എന്ന് നമുക്ക് പെട്ടെന്ന് ഊഹിക്കാം. അപ്പോൾ ഒരു അറേയിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു അറേ എടുക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ള അറേയുടെ ഓപ്പറേഷൻ നമ്മളൊരു പേപ്പറിൽ എഴുതുന്ന പോലെ ഇരിക്കും. അതായത് അറേ ഇപ്പോൾ നമ്മൾ എഴുതുകയാണ്, അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അറേയിൽ ഒരു 5 എലമെൻറ്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ എലമെൻറ്റ് ആദ്യത്തെ പൊസിഷൻ, രണ്ടാമത്തെ എലമെൻറ്റ് രണ്ടാമത്തേൽ, അടുത്തത് മൂന്നാമത്തേൽ, നാലാമത്തേൽ, അഞ്ചാമത്തേൽ, അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, സപ്പോസ് ഓരോ ഗ്യാപ്പ് വിട്ട് ചെയ്താലും ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗ്രോസറി ആദ്യത്തെ 2 ഐറ്റംസ് നമ്മൾ ആദ്യം അറേയുടെ ആദ്യത്തെ 2 എലമെൻറ്റായി വെച്ചു. വെജിറ്റബിൾസ് അടുത്ത 5 എണ്ണം അടുത്ത 5 പൊസിഷനിൽ വെച്ചു. അതിനടുത്തത് നമ്മൾ ഇത് വയ്ക്കുകയാണ്, ബേക്കറി ഐറ്റംസ് 3 എണ്ണം വെച്ചു. അതിനുശേഷം ഗ്രോസറി എക്സ്ട്രാ 2 എണ്ണം ആഡ് ചെയ്യണം. അതാദ്യം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 1, 2 പൊസിഷനിൽ നമ്മൾ ഓൾറെഡി ഗ്രോസറി ഉണ്ട്. പക്ഷേ 3, 4 അവിടെ നിന്നുള്ള പൊസിഷനിലെല്ലാം വെജിറ്റബിൾസാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരിക്കലും ഗ്രോസറിനെ അതിനിടയിൽ ചേർക്കാൻ നിവൃത്തിയില്ല. ഓക്കെ, അതാണ് നമ്മുടെ നോർമൽ അറേ. ഇനി ആ അറേനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതായത് അറേ നമ്മുടെ കയ്യിലുണ്ട്, നമ്മളതിനെ ലിസ്റ്റാക്കി മാറ്റാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ പറഞ്ഞു, എനിക്ക് ആദ്യത്തെ 2 എണ്ണം ഗ്രോസറി, പിന്നത്തെ 5 എണ്ണം വെജിറ്റബിൾ, പിന്നത്തെ 3 എണ്ണം ബേക്കറി ആയിട്ടുണ്ട്. ഇനിയൊരു ഗ്രോസറി ഐറ്റം കൂടി എനിക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലോ അല്ലെങ്കിൽ തേർഡ് പൊസിഷനിലോ ഒന്നും രണ്ടിലും ഓൾറെഡി ഗ്രോസറി ഉണ്ട്. എനിക്ക് മൂന്നാമത്തെ പൊസിഷനിൽ ഗ്രോസറി വേണം, അല്ലെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിൽ തന്നെ ഞാൻ പുതിയൊരു ഗ്രോസറി ആഡ് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കണം? അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അവിടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് താഴെയുള്ള ആൾക്കാരൊക്കെ ഓരോ സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങണം, വേണ്ടേ? ഓക്കെ, അപ്പോൾ ബേക്കറീസ് ആദ്യം ബാക്കിൽ നിന്ന് വേണം തുടങ്ങാൻ, ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റില്ല ആ ഓപ്പറേഷൻ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ച് ചിന്തിക്കുക. ഒരു അറേയിൽ 2 ഐറ്റംസ് ഗ്രോസറി ഉണ്ട്, അടുത്ത 5 എണ്ണം വെജിറ്റബിൾസ് ഉണ്ട്, അതിൻ്റെ അടുത്ത 3 എണ്ണം ബേക്കറി ഉണ്ട്. ഓക്കെ, പുതിയൊരു ഗ്രോസറി വരെയാണ്, സപ്പോസ് തേർഡ് പൊസിഷനിലേക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് സ്ഥലമില്ല. ഓക്കെ, എന്ത് ചെയ്യണം? ബാക്കിൽ നിന്ന് ബേക്കറി ഐറ്റംസ് എല്ലാം ഓരോ സ്റ്റെപ്പ് താഴേക്ക് നീങ്ങുകയാണ്. 3 ഐറ്റംസും ഓരോ താഴേക്ക് നീങ്ങി. ഓക്കെ, ഒരു സ്പേസ് ഇടയിൽ ബേക്കറി തൊട്ട് മുമ്പേ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസും ഓരോരോ പൊസിഷനും താഴത്തേക്ക് ഇറങ്ങി. ഓക്കെ, വീണ്ടും അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ അവിടെ ഒരു സ്പേസ് വേക്കൻ്റായി വരും. ഒരു ന്യൂ ഗ്രോസറി ഐറ്റം വരുമ്പോൾ അതിനെ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഒരു ഗ്രോസറി ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതേ ഓപ്പറേഷൻസ് റിപ്പീറ്റ് ചെയ്യണം. സപ്പോസ് തേർഡ് പൊസിഷനിലോ അല്ലെങ്കിൽ ഫോർത്ത് പൊസിഷനിലോ നമുക്ക് വയ്ക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സപ്പോസ് സെക്കൻഡ് പൊസിഷനിൽ രണ്ടാമത്തെ പ്രയോറിറ്റി ആയിട്ട് നമുക്ക് ഒരു ഗ്രോസറി ഐറ്റത്തിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബേക്കറി ഐറ്റംസ് എല്ലാം ഓരോ സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങണം. താഴത്തേക്ക് മീൻസ് തൊട്ടടുത്ത ലൊക്കേഷനിൽ ഇറങ്ങണം, ഹയർ ഇൻഡെക്സുള്ള ലൊക്കേഷനിലേക്ക് ഇറങ്ങണം. അതേപോലെ വെജിറ്റബിൾസും ഓരോ ലൊക്കേഷൻസ് താഴത്തേക്ക് ഇറങ്ങണം. അതേപോലെ ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ എനിക്ക് വേണ്ടതെങ്കിൽ തേർഡ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലുള്ള ആൾക്കാർ ഓരോ പൊസിഷൻസ് താഴേക്ക് ഇറങ്ങണം. എന്നാൽ മാത്രമേ എനിക്ക് പുതിയതായി വരുന്ന ഗ്രോസറി ഐറ്റത്തിനെ സെക്കൻഡ് പ്രയോറിറ്റി കൊടുത്തിട്ട് സെക്കൻഡ് പൊസിഷനിൽ എനിക്ക് വയ്ക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അറേനെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ലിസ്റ്റായി മാറി. ഓക്കെ, അതാണ് നമ്മുടെ ലിസ്റ്റ് എഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടു? ഇൻസേർട്ട് ചെയ്യാൻ മാത്രമേ ഇൻസേർട്ട് ചെയ്യൂ. അതിൻ്റെ പൊസിഷനും മാത്രമേ യൂസറിനോട് ചോദിക്കേണ്ടൂ. അത് ലിസ്റ്റാണ് ഉപയോഗിക്കുന്നതെന്നോ അല്ലെങ്കിൽ അറേയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇംപ്ലിമെൻറ്റേഷൻ അറേയാണ് ചെയ്യുന്നതെന്നോ അതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ അറിയേണ്ട ആവശ്യമില്ല, അല്ലേ? നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലും ചെയ്യുമ്പോൾ ഇപ്പോൾ വേർഡ് ഡോക്യുമെൻറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തു, ഇങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യുന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ വർക്ക് ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നടക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അത് കൊടുക്കുന്നു. ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം, അതിൻ്റെ പൊസിഷൻ ഏതാണെന്ന് ചോദിക്കാം. ആ പൊസിഷനിലേക്ക് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റ്സ് ഒന്നും ഡിലീറ്റ് ആയി പോവാതെ, അതിൻ്റെ പൊസിഷൻസ് ഒന്നും വേറെ മാറാതെ, ഈ എലമെൻറ്റ് വരുമ്പോൾ എല്ലാത്തിൻ്റെയും പൊസിഷൻ ഒന്ന് അപ്ഡേറ്റ് ആവും. അതല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും ഇല്ലാതെ വളരെ കൃത്യമായി നമ്മൾ ആ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതേപോലെ ഡിലീറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, 5ാമത്തെ എലമെൻറ്റ് ഇപ്പോൾ ഞാൻ വെജിറ്റബിൾ ഓക്കെ ഓൾറെഡി ഉണ്ട്, അത് വേണ്ട, ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ 5ാമത്തെ പൊസിഷനിലുള്ള വെജിറ്റബിൾ, ഓക്കെ, ഓൾറെഡി ആദ്യത്തെ 4 എണ്ണം ഇതുണ്ട്, ഗ്രോസറി ഐറ്റംസ് ഉണ്ട്. ആദ്യത്തെ ഐറ്റം
ആദ്യത്തെ വെജിറ്റബിൾ ഐറ്റം 5ാമത്തെ പൊസിഷനിലാണ്. ഓക്കെ, അപ്പോൾ ആ എലമെൻറ്റ് ആ ഒരു വെജിറ്റബിൾ എനിക്ക് വേണ്ട എന്നാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും, അതിന് ശേഷമുള്ളവരെല്ലാം ഒരു പൊസിഷൻ മുന്നിലേക്ക് നീങ്ങും, മുകളിലേക്ക് നീങ്ങും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ 5ാമത്തെ പൊസിഷനിൽ എന്ത് വരും? സെക്കൻഡായി എഴുതിയിട്ടുള്ള വെജിറ്റബിൾ വരും. ഫസ്റ്റ് വെജിറ്റബിൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് സെക്കൻഡ് വെജിറ്റബിൾ ഫസ്റ്റ് വെജിറ്റബിളിൻ്റെ പ്ലേസിലേക്ക് വരും, തേർഡ് സെക്കൻഡിലേക്ക് വരും, ഫോർത്ത് തേർഡിലേക്ക് വരും, ഫിഫ്ത്ത് ഫോറിൻ്റെ സ്പേസിലേക്ക് വരും. അപ്പോൾ 4 വെജിറ്റബിൾസേ ഉണ്ടാവുള്ളൂ. ഇതേപോലെ തന്നെ അവിടെ ഒരു സ്പേസ് വേക്കൻ്റായി. അപ്പോൾ 5ാമത്തെ വെജിറ്റബിളിൻ്റെ സ്പേസിൽ ബേക്കറി ഐറ്റംസ് ഓരോന്നോരോന്ന് കയറി വരും. ഓക്കെ, അപ്പോൾ ഒരു എലമെൻറ്റ് ഒരു പൊസിഷൻ ഫ്രീ ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് ബാക്കിയുള്ള താഴെയുള്ള ആൾക്കാരെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കയറി വരണം. അറേയുടെ കേസിൽ നമുക്ക് ഇങ്ങനെ അറിയില്ല, നമ്മൾ സാധാരണ ഡിലീറ്റ് ചെയ്യാറില്ല. എന്നാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 0 ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗാർബേജ് വാല്യൂ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ അവിടെ തന്നെ ഉണ്ടാവും, കാരണം ബാക്കിയുള്ള വാല്യൂസ് അപ്ഡേറ്റ് ചെയ്ത് കയറി വരില്ല. ഓക്കെ, A(3)നെ നമ്മൾ 0 ആക്കുകയാണെങ്കിൽ A(3) എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 0 ഉണ്ടാവും, A(3)ൽ വേറെ വാല്യൂ നമ്മൾ വെച്ചില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെക്കുന്ന ഒരു ഓപ്ഷനാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അറേയിൽ നിന്നുള്ള ഓൾറെഡി നമുക്ക് കയ്യിലുള്ള ഡാറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ADT അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പിനെ എടുത്തിട്ട് അറേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല അല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് സംഭവിക്കുന്നു, നമ്മൾ അതിൻ്റെ അപ്രോപ്രിയേറ്റ് പൊസിഷനിലേക്ക് വാല്യൂസ് വയ്ക്കുന്നു. 0 മുതൽ 9 വരെ നമുക്ക് 10 ആണ് സൈസെങ്കിൽ തന്നിട്ടുണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നു. അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ഡാറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ADT നമ്മൾ എടുത്തതിന് ശേഷം അതിനെ നമുക്ക് വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ലിസ്റ്റ് എന്നൊരു ADT നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ലിസ്റ്റ് എന്നുള്ള ഒരു ADT എടുക്കുമ്പോൾ അതിന് എംപ്റ്റി ലിസ്റ്റ് നമ്മൾ പറയും. എംപ്റ്റി ലിസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ സൈസ് 0 ആയിരിക്കും, എലമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, പിന്നെ അതിൽ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാം. പ്രിൻ്റ് ലിസ്റ്റ്. ഓക്കെ, പ്രിൻ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിനെ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളത്. മേക്ക് എംപ്റ്റി എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസും ഇല്ലാതെയാക്കുക, 0 എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വാല്യൂ ആക്കുക. ഓക്കെ, ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക, സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ റിമൂവ് ചെയ്യാം അല്ലേ. റിമൂവ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ്. അതുപോലെ ഫൈൻഡ് കേത്ത് എന്ന് പറഞ്ഞാൽ ഇത്രാമത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അത് അറേ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. 5ാമത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ. A(5) മീൻസ് 0 മുതലാണെങ്കിൽ A(4) എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ വളരെ സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഇൻസേർഷൻ ഡിലീഷൻ നടത്തുമ്പോൾ സിംഗിൾ സ്റ്റെപ്പിൽ കാര്യം കഴിയില്ല. സാധാരണ അറേ ആണെങ്കിൽ ഇൻസേർഷൻ ഡിലീഷൻ വളരെ എളുപ്പമാണ്, ആ ഒരു പൊസിഷനിലേക്ക് വാല്യൂ വയ്ക്കുക എന്ന് മാത്രം. പക്ഷേ ഇവിടെ ഒരു കേസിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അതുപോലെ ഡിലീറ്റ് ചെയ്യുമ്പോഴും ഏറ്റവും ലാസ്റ്റ് എന്നാണെങ്കിൽ പ്രശ്നമില്ല, ലാസ്റ്റത്തെ എലമെൻ്റായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ സിംഗിൾ സ്റ്റെപ്പോടുകൂടി നമ്മുടെ കാര്യങ്ങൾ കഴിയും. പക്ഷേ അല്ല എങ്കിൽ ഇടയിൽ നിന്നോ ആദ്യമോ ഒക്കെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പൊസിഷനിലേക്കാണ് നമ്മൾ പുതിയൊരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്, ഓൾറെഡി കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ റീഅറേഞ്ച് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ, നോർമൽ അറേ എടുത്തിട്ട് അറേയിൽ ഈ രീതിയിൽ ആണ് എലമെൻറ്റ്സ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ നമുക്കതിനെ ലിസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നോർമൽ ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ് അല്ല. ലിങ്ക്ഡ് ലിസ്റ്റ് ഇതേ ലിസ്റ്റിൻ്റെ തന്നെ പോയിൻ്റർ ഉപയോഗിച്ചിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അറേ ഇംപ്ലിമെൻറ്റേഷനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വാല്യൂസ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഒരു പല വാല്യൂസിനെയും നമുക്ക് മാറ്റേണ്ടതായി വരും. നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൊസിഷൻ കഴിഞ്ഞിട്ടുള്ള പൊസിഷനിലുള്ള എലമെൻറ്റ്സ് എല്ലാം ബാക്കിൽ നിന്ന് ഓരോ എലമെൻറ്റ് താഴേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത ലൊക്കേഷനിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡിലീറ്റ് ചെയ്യുന്ന ആ പൊസിഷനിൽ നിന്ന് ബാക്കിലേക്കാണ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യേണ്ട ആ പൊസിഷൻ വരെയാണ് നീങ്ങേണ്ടത്. ഡിലീറ്റ് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് ഡിലീറ്റ് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് പൊസിഷൻ മുതൽ ബാക്ക് വരെയാണ് ഓരോ പൊസിഷൻ മുന്നിലേക്ക് നീങ്ങേണ്ടത്. ഓക്കെ, അവിടെ നമുക്ക് പിന്നെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നിലേക്ക് നീങ്ങണം. ഡിലീറ്റ് ചെയ്യുമ്പോൾ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിലോട്ട് നീങ്ങണം. ഓക്കെ, അപ്പോൾ അറേനെ നമ്മൾ വെർട്ടിക്കലായിട്ട് മീൻസ് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ചിത്രീകരിക്കുകയാണെങ്കിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എലമെൻറ്റ്സ് എന്ത് ചെയ്യണം, റൈറ്റിലേക്ക് മാറണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു പൊസിഷൻ വേക്കൻ്റ് ആയി കിട്ടുള്ളൂ. ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ എലമെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യണം, ഓരോ പൊസിഷൻ ലെഫ്റ്റിലേക്ക് നീങ്ങണം. ഡിലീറ്റ് ചെയ്യുന്ന ആ പൊസിഷൻ മുതൽ അങ്ങോട്ട് റൈറ്റിലേക്കുള്ള വാല്യൂസ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്ന ADT വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇത്രയും ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇൻസേർട്ട് ചെയ്യാം, റിമൂവ് ചെയ്യാം, അതേപോലെ പ്രിൻ്റ് ലിസ്റ്റ് ചെയ്യാം, ഫൈൻഡ് ചെയ്യാം, ഫൈൻഡ് കേത്ത് എലമെൻറ്റ് ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് പൊസിഷനിലുള്ള എലമെൻറ്റ് കണ്ടുപിടിക്കാം. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ലീനിയർ സെർച്ച് ബൈനറി സെർച്ച് ഒക്കെ ചെയ്തതുപോലെ മേക്ക് എംപ്റ്റി എന്ന് പറഞ്ഞാൽ ആ വാല്യൂസിനെ നമുക്ക്
ഹോൾ ലിസ്റ്റിനെ നമുക്ക് എം ടി ആക്കി വയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ട ആ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി 34, 12, 52, 16, 12 എന്നുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ഫൈൻഡ് 52 എന്ന് പറഞ്ഞാൽ 52 സെക്കൻഡ് പൊസിഷനിൽ, അതായത് 0, 1, 2 തേർഡ് പൊസിഷനിൽ, അതായത് അറേ ഇൻഡെക്സ് 2 ആണെന്ന് നമുക്ക് പറയും. ഇൻസെർട്ട് ഓഫ് എക്സ് കോമ 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ ആരെ ഇൻസെർട്ട് ചെയ്യണം? എക്സിനെ ഇൻസെർട്ട് ചെയ്യണം 2 എന്നുള്ള ലൊക്കേഷനിൽ. 0, 1, 2 എന്നുള്ളതിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 52 ആണ്, അത് മാറിയിട്ട് എക്സ് ആവണം. അപ്പോൾ ഇൻസെർട്ട് ചെയ്യുമ്പോൾ 34, 12 എക്സ്. ഓക്കെ, അപ്പോൾ എക്സിന് സ്ഥലം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 12 ഒരു പൊസിഷൻ പിന്നിലേക്ക് മാറണം, 16 ഒരു പൊസിഷൻ പിന്നിലേക്ക് മാറണം, അതുപോലെ 52 ഒരു പൊസിഷൻ പിന്നിലേക്ക് മാറണം. അപ്പോഴാണ് ആ സെക്കൻഡ് പൊസിഷൻ ഫ്രീ ആയി കിട്ടുക. അപ്പോൾ 52 സെക്കൻഡിൽ നിന്ന് തേർഡിൽ, മീൻസ് അറേ ഇൻഡെക്സ് 2-ൽ നിന്ന് 3-ലേക്ക് മാറി, 16 3-ൽ നിന്ന് 4-ലേക്ക് മാറി, 12 4-ൽ നിന്ന് 5-ലേക്ക് മാറി. അപ്പോൾ നമ്മുടെ 2 എന്നുള്ള ലൊക്കേഷൻ ഫ്രീ ആയി. അവിടെ എക്സിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, അവിടെ ഫ്രീ ആണ്. സാധാരണ അറേയിൽ വെക്കുന്നത് പോലെ അറയുടെ പേര് എന്നാണെങ്കിൽ a of 2 = x എന്ന് നമുക്ക് കൊടുക്കാം. റിമൂവ് ചെയ്യാണ്, 52നെ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ രീതിയിൽ 34, 12 x, 16, 12 എന്നുള്ളതായി മാറും. അതായത് 16 എന്നുള്ള വാല്യൂവിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? 52-ലേക്ക് വയ്ക്കും. 12 എന്നുള്ള വാല്യൂവിനെ എടുത്ത് 16-ൽ വയ്ക്കും. 12ൻ്റെ പൊസിഷൻ വേക്കൻ്റ് ആയിട്ട് വിടണം. ഓക്കെ, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അറേ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്, അറേ നമുക്കറിയാം ഇത്ര മുതൽ ഇത്ര വരെ. അപ്പോൾ 10 ആണ് സൈസെങ്കിൽ 0 മുതൽ 9 വരെ നമ്മൾ സാധാരണ പ്രിൻറ്റ് ചെയ്യിക്കാറുണ്ട്. അറേയുടെ ഉള്ളിൽ എല്ലാ എലമെൻസും ഉണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് 5 എലമെൻസേ ഉള്ളൂ, 10 പൊസിഷനുണ്ട്, 5 എലമെൻസേ ഉള്ളുവെങ്കിൽ നമ്മൾ 0 മുതൽ 4 വരെ മാത്രമേ പ്രിൻറ്റ് ചെയ്യിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ലിസ്റ്റിൽ എത്ര എലമെൻസ് ഉണ്ടെന്നുള്ള ഒരു കൗണ്ടും കൂടി നമ്മുടെ കയ്യിൽ വേണം. കാരണം ഗാർബേജ് പൊസിഷൻ വാല്യൂസ് നമ്മൾ, അതായത് അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള വാല്യൂസിൽ പൊസിഷനിൽ നിന്ന് നമ്മളൊരിക്കലും വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യിക്കരുത്. അപ്പോൾ അത് ഗാർബേജ് വാല്യൂ അല്ലെങ്കിൽ തെറ്റായ വാല്യൂ ആയി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ലിസ്റ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളൊരു കൗണ്ടും കൂടി നമ്മുടെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൃത്യമായി പ്രിൻറ്റ് ലിസ്റ്റ് എന്നുള്ള ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. അല്ല അറേ സൈസ് മുഴുവൻ നമ്മൾ പ്രിൻറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഗാർബേജ് വാല്യൂസ് അല്ലെങ്കിൽ തെറ്റായ വാല്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ലിസ്റ്റിന് 2 ഇംപ്ലിമെൻറ്റേഷൻ, അറേ ലിങ്ക്ഡ് ലിസ്റ്റ് പോയിൻ്റർ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അറേ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ആ കേസുകൾ തന്നെയാണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ടൈം കോംപ്ലക്സിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിൻ്റ് ലിസ്റ്റ്, അതേപോലെ ഫൈൻഡ്. ഇപ്പോൾ പ്രിൻ്റ് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു അറേയുടെ സൈസ് എത്രയാണ് അത്രയും സമയമെടുക്കും, അല്ലേ? ലീനിയർ ടൈം നോക്കുക. ലീനിയർ എന്ന് പറഞ്ഞാൽ ബിക്കം ഓഫ് n എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫൈൻഡ് kth വാല്യൂ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു വാല്യൂ ആണ്, അല്ലേ? 5ാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ a of 5 അല്ലെങ്കിൽ a of 4 എന്ന് നമുക്ക് പറയാം. അത് കോൺസ്റ്റൻറ്റ് ടൈമാണ് നമുക്ക് എടുക്കുക ഓരോ ഓപ്പറേഷൻ്റെയും റണ്ണിങ് ടൈം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ആദ്യത്തെ പൊസിഷൻ. ഇപ്പോൾ വേസ്റ്റ് കേസാണ് പറയുന്നതെങ്കിൽ ഏറ്റവും ഇപ്പോൾ ഓൾറെഡി ഒരു 10 എലമെൻറ്റ് ഉണ്ടാവും. വീണ്ടും ആദ്യത്തെ എലമെൻറ്റായിട്ട് ഞാൻ വേറൊരു എലമെൻറ്റ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ഉള്ള 10 എലമെൻറ്റും ഓരോ പൊസിഷൻ മാറണം. ഓക്കെ, എന്നിട്ട് വേണം ഫസ്റ്റ് പൊസിഷൻ ഫ്രീ ആക്കി കൊടുക്കാൻ. അവിടെയാണ് എൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ആവുക. ഓക്കെ, അപ്പോൾ അത്രയും എലമെൻസിനെ മാറ്റാൻ വേണ്ടി എനിക്ക് n ടൈംസ് ആ ലൂപ്പിൽ ഞാൻ വർക്ക് ചെയ്യണം. അപ്പോൾ ബിക്കം ഓഫ് n തന്നെയാണ് അവിടെ ഇൻസേർഷനിലും വരുന്ന റണ്ണിങ് ടൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബിക്കം ഓഫ് n തന്നെ വരും വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ. അതുപോലെ ഡിലീറ്റ് ചെയ്യാനും ഫസ്റ്റ് പൊസിഷൻ ഞാൻ ഡിലീറ്റ് ചെയ്യണം എങ്കിൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ എത്ര എലമെൻറ്റ് അവസാനമുള്ളത്, എത്ര പൊസിഷനുള്ള എലമെൻറ്റ് ലാസ്റ്റുള്ളതെങ്കിൽ അവരെല്ലാവരും ഓരോ പൊസിഷൻ മുന്നിലേക്ക് ലെഫ്റ്റിലേക്ക് നീങ്ങി വരണം. ഓക്കെ, അപ്പോൾ അവിടെയും n ടൈംസ് എൻ്റെ n-1 അല്ലെങ്കിൽ n ടൈംസ് എൻ്റെ അറേ ഞാൻ ആക്സസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതും ബിക്കം ഓഫ് n ടൈംസ് തന്നെയാണ് വേഴ്സ്റ്റ് കേസിൽ വരുന്നത്. ഓക്കെ, പ്രിൻറ്റിനും അത് തന്നെയാണ് വരുന്നത്. റിമൂവ് ചെയ്യുമ്പോഴും ഇൻസേർഷൻ, റിമൂവൽ, അതേപോലെ പ്രിൻറ്റ് ലിസ്റ്റ്. ഓക്കെ, ഫൈൻഡ് ഒരു എലമെൻറ്റിനെ കണ്ടുപിടിക്കണം. അതും വേഴ്സ്റ്റ് കേസാണെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് എനിക്ക് കണ്ടുപിടിക്കണതെങ്കിൽ ഞാൻ നോർമലി അറേയിൽ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കാരണം സോർട്ടഡ് ഓർഡറിലാണെന്ന് എനിക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബൈനറി സെർച്ച് ഉപയോഗിക്കാൻ നിവൃത്തിയില്ല. സോർട്ടഡ് ഓർഡറിലാക്കാനും പറ്റില്ല, കാരണം ലിസ്റ്റിലുള്ള എലമെൻറ്റ്സ് ഞാൻ എൻ്റെ ഒരു പ്രയോറിറ്റി വെച്ച് ഞാൻ ഇൻസേർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനെ സോർട്ടഡ് ഓർഡറിലാക്കാൻ പാടില്ല. ഓക്കെ, ആക്കി കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സോർട്ടഡ് ഓർഡറിലല്ല, അപ്പോൾ ലീനിയർ സെർച്ച് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ തൽക്കാലം നിവൃത്തിയുള്ളൂ. അപ്പോൾ വേഴ്സ്റ്റ് കേസിൽ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ബിക്കം ഓഫ് n ആയിരിക്കും. ഓക്കെ,
അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, ഇത്രയാണ് ലിസ്റ്റിൻ്റെ കേസിൽ പറയാനുള്ളത്.